Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakal's Gold Park, Payyannur. White House, National Highway, Chirvattur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. Bag Bazaar, Yabo Hotel Top Star, Old Bus Stand, Main Road, Payyannur. Issa Timbers, Vellapur, Trikkaripur. Tea Bag, Royal City Complex near Federal Bank, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. LDF പാപ്പിനിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി പാപ്പിനിശ്ശേരി പുതിയങ്കാവിന് സമീപം നടന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഇടതുപക്ഷം അപ്രസക്തമാകുമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. കോൺഗ്രസ് വിരുദ്ധത കൊണ്ട് നടക്കുന്ന പിണറായിക്കും കാരാട്ടിനും യെച്ചൂരി കീഴടങ്ങരുതെന്നും അദ്ദേഹം. കണ്ണപുരത്ത് DYFI പ്രവർത്തകന്റെ ഓട്ടോ ടാക്സിക്ക് തീയിട്ടു. പിന്നിൽ RSS BJP എന്ന് DYFI ആരോപിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിയാരം മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും പുനർനാമകരണം ചെയ്തു. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കുറഞ്ഞ കാലയളവിൽ ഓൺലൈൻ ലോകത്ത് ജനപ്രീതി നേടിയെടുത്ത ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം. മദ്രാസ് ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. തൃക്കരിപ്പൂരിൽ തങ്കയം അംഗൻവാടിക്കു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമം. കക്കുന്നം 45 നമ്പർ അംഗൻവാടിയുടെ ജനൽ ചില്ലുകൾ തകർത്തു. വാർത്തകൾ വിശദമായി. പ്രചരണ രംഗത്ത് സജീവമായി വനിതകളും. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി സിറ്റി ബാഗ് ദ ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. LDF പാപ്പിനിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി പാപ്പിനിശ്ശേരി പുതിയങ്കാവിന് സമീപം നടന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാപ്പിനിശ്ശേരി പുതിയങ്കാവിന് സമീപം നടന്ന തിരഞ്ഞെടുപ്പ് റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സാമൂഹ്യമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടിന്റെ വികസനത്തെ സഹായിക്കുന്ന നയങ്ങളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. A. സുനിൽകുമാർ, TV ഗംഗാധരൻ, CP സന്തോഷ് കുമാർ, MA ലത്തീഫ്, രാജേഷ് പ്രേം, EPR വേശാല, സന്തോഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു. N. സുകന്യ ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൗവായിൽ നടന്ന UDF കുടുംബയോഗം CMP ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. GSTയും നോട്ട് നിരോധനവും ഇന്നും ജനങ്ങളെ വലയ്ക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന്റെ പരാജയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാനുള്ള ഒരു പരിശ്രമം ഈ ഗവൺമെന്റ് ചെയ്തു എന്നതാണ് എന്നെ ഏറ്റവും അങ്കലാപ്പിലാക്കുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നല്ല, ലോകത്ത് ആർക്കെങ്കിലും മഹാത്മാഗാന്ധിയെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ? ലോകത്ത്
ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതോടൊപ്പം ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയ കാര്യമാണ്. ഗവൺമെന്റിന്റെ ഭരണപരാജയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റുവാനുള്ള പരിശ്രമം ഈ ഗവൺമെന്റ് ചെയ്തു വരികയാണെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയും ഗാന്ധിജിയെ വീണ്ടും വീണ്ടും വധിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ ശക്തികളെ അറബിക്കടലിൽ ആഴ്ത്തുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഇപ്പോഴും കാലഹരണപ്പെട്ട കോൺഗ്രസ് വിരോധം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരിത് തുടരുകയാണെങ്കിൽ നാളെ അത് പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കാനപ്പുറം സലാം അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിക്കണ്ണൻ, N നാരായണൻകുട്ടി, K ജയരാജൻ, റഷീദ് കൗവായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഇടതുപക്ഷം അപ്രസക്തമാകുമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. കോൺഗ്രസ് വിരുദ്ധത കൊണ്ട് നടക്കുന്ന പിണറായിക്കും കാരാട്ടിനും യെച്ചൂരി കീഴടങ്ങരുത്. ഗോഡ്സേവത്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എല്ലാവരും ഒരുമിക്കേണ്ട സമയമാണിതെന്നും CP ജോൺ പറഞ്ഞു. പയ്യന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ സ്ഥാനത്ത് ഗോഡ്സെയെ പ്രതിഷ്ഠിക്കാനും ഇന്ത്യയിലാകെ ഗോഡ്സെയുടെ ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാനും നടത്തിയ 5 വർഷക്കാലമാണ് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗോഡ്സെ വൽക്കരണക്കാരെ ഇന്ത്യയിൽ നിന്നും അതിൻ്റെ അധികാര സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനാർക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറും 31% വോട്ട് കൊണ്ടാണ് 52% സീറ്റ് BJP പിടിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി അവരുടെ തന്ത്രം ഇവിടെ അനുവദിക്കാൻ പാടില്ല. ഭൂരിപക്ഷത്തിനേക്കാൾ 1/3 സീറ്റ് പോലും വോട്ട് പോലും ഇല്ലാതിരുന്നിട്ടും ഭൂരിപക്ഷം സീറ്റ് പിടിക്കുക എന്ന BJPയുടെ തന്ത്രം പരാജയപ്പെടുത്തണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ മലബാറിൽ നിന്ന് പറയുന്ന സമയത്ത് 2004 BJPക്കെതിരായ എല്ലാവരുടെയും യോജിപ്പ് എന്ന ഫോർമുല കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച പാർട്ടിയാണ് CPM. പ്രത്യേകിച്ചും സൂർജിത്തും അതുപോലെ തന്നെ ജ്യോതിബാസുവും. ജ്യോതിബാസുവിൻ്റെയും സൂർജിത്തിൻ്റെയും നയത്തിലേക്ക് പോകാൻ കാരാട്ടിനും യെച്ചൂരിക്കും സാധിച്ചില്ല. അങ്ങനെ പോകാതിരുന്നതിൻ്റെ കാരണം പിണറായിയും അദ്ദേഹത്തിൻ്റെ ലോബിയുമാണ് എന്നതാണ് മലബാറിലെ ഇടതുപക്ഷം ചിന്തിക്കേണ്ടത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ 3ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. ബുധനാഴ്ച മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പരസ്യപ്രചരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്റെ 3ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി. ബുധനാഴ്ച മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. രാവിലെ പരവൂരിൽ നിന്നും ആരംഭിച്ച് പാണപ്പുഴ, കൈതപ്രം, കണ്ടോന്താർ, കടന്നപ്പള്ളി, മെഡിക്കൽ കോളേജ്, പുറച്ചേരി, എടനാട്, പൂവപ്പുറം തുടങ്ങി 27ഓളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി ബുധനാഴ്ച പര്യടനം നടത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് കൂടിയാണ്. എന്നും രാത്രിയിൽ ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്ന ഒരാളാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ TVയിൽ ഞാൻ എന്നും പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്റെ ചാനൽ ചർച്ചകൾ കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ വർഗീയതയ്ക്കെതിരെ അതിശക്തമായി പോരാട്ടം നടത്തുന്ന, അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരാളാണ്. അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് M കണ്ണൻ, PP നാരായണൻ, കക്കപ്പുറം മോഹനൻ, K ആലിക്കുഞ്ഞി ഹാജി, PP കരുണാകരൻ മാസ്റ്റർ, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നരേന്ദ്രമോദി രാജ്യത്തെ തകർത്തുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭരണം നേടാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുതിയങ്ങാടി നീരൊഴുക്കുംചാലിൽ സംഘടിപ്പിച്ച UDF കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മതം സ്വീകരിക്കാം, മതം വേണ്ടെന്ന് പറയാം,
ദൈവവിശ്വാസം സ്വീകരിക്കാം, ദൈവമില്ല എന്ന് പറയാം. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഈ എല്ലാ വിശ്വാസങ്ങളെയും ഭാരതത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് രാജ്യത്തെ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. ഭാരതത്തിന്റെ മഹത്തായ മതേതരത്വം തകർത്ത നരേന്ദ്രമോദി ഭാരതത്തെ തകർത്തുവെന്നും KPA മജീദ് പറഞ്ഞു. കൈക്കാരൻ സയ്യിദ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ലോക്സഭാ പാർലമെന്റ് UDF കമ്മിറ്റി ചെയർമാൻ MC ഖമറുദ്ദീൻ, ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി, SKP സക്കറിയ, POP മുഹമ്മദ് അലി, ഗഫൂർ മാട്ടൂൽ, പുന്നക്കൽ മുഹമ്മദ് അലി, CP റഷീദ്, സുധീർ വെങ്ങര, സുധീഷ് കടന്നപ്പള്ളി, AP ബദറുദ്ദീൻ, PM ഹനീഫ്, SU റഫീഖ്, BC കാസിം, സജ്ജി നാരായണൻ, T സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ വിജയിപ്പിക്കുന്നതിനായി LDF വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പണിയേരി, കാറമേൽ മുച്ചിലോട്ട്, വെള്ളൂർ പാൽ സൊസൈറ്റി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നോട്ട് നിരോധനത്തിന്റെ ദുരിതഫലങ്ങൾ ജനങ്ങളെ വിട്ട് ഒഴിഞ്ഞിട്ടില്ലെന്നും അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ വികസന വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ BJPക്ക് ഇതുവരെയായും കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്നും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളൊന്നും തന്നെ ഇവർ ആവിഷ്കരിച്ചിട്ടില്ല എന്നും അതേസമയം അനിൽ അംബാനിയെ പോലുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിരവധി പദ്ധതികൾ മോഡി നടപ്പിൽ വരുത്തി കഴിഞ്ഞെന്നും MV ജയരാജൻ പറഞ്ഞു. മറ്റൊരു രാജ്യത്തിലെ സർക്കാർ ഇന്ത്യയിലുള്ള ഒരു ശതകോടീശ്വരന് 1000-ലേറെ കോടി ഉറുപ്പിയുടെ സൗജന്യം കൊടുക്കണമെങ്കിൽ ഈ രാജ്യത്തിലെ സർക്കാരിൻ്റെ സഹായമില്ലാതെ സാധിക്കില്ല എന്ന് തലയിൽ വിവരത്തിൻ്റെ മേൽവിലാസമുള്ള എല്ലാവർക്കും അറിയാം. ഒരു വിദേശ യാത്ര കൊണ്ട് അനിൽ അംബാനി നേടിയത് 2 നേട്ടമാണ്. യാത്ര ചെയ്തത് 2015 ഏപ്രിലിൽ പ്രധാനമന്ത്രിക്കൊപ്പമാണ്. P ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ MLA, KV ബാബു, PC സുബൈദ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, പാവൂർ നാരായണൻ, M സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. UDFന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടന്നു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിയപ്പെട്ട പാലക്കാട് തങ്ങളുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ പേറുന്ന ഈ മുന്നണി, ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ കരുത്തിൽ മുന്നോട്ട് പോകുന്ന ഈ മുന്നണി രാജ്യത്തിനകത്ത് സംസ്ഥാനത്തിനകത്ത് 20 സീറ്റിലും മത്സരിച്ച് വോട്ട് ചോദിക്കുന്നത് ഒരു മതേതരത്വ സർക്കാർ ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്ത് BJPയെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ്. AG മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. V കൃഷ്ണൻ, ജോയിസ് പുത്തൻപുര, ജോർജ് വടകര, തോമസ് പുളിക്കൽ, M നാരായണൻകുട്ടി, റഷീദ് കൗവായി, ജോസഫ് മുള്ളൻമട, KK സുരേഷ് കുമാർ, കാവാലം തങ്കച്ചൻ, SA ഷുക്കൂർ ഹാജി, PS റഫീഖ്, AG മജീദ്, ജോബിച്ചൻ മൈലാടൂർ, ജമീല കോളയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി കാക്കയംചാലിൽ നിന്നാരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. പരിപാടി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത്. 100 കണക്കിന് സ്ത്രീകൾ റോഡ് ഷോയിൽ അണിനിരന്നു. മുത്തുകുടകളും ചെണ്ടമേളങ്ങളും റോഡ് ഷോയെ ഏറെ ആകർഷകമാക്കി. പഴയങ്ങാടിയിൽ നടന്ന സമാപന യോഗത്തിൽ R അജിത, MP ശകുന്തള, MV ഭാഗ്യലക്ഷ്മി, N കാർത്തിയായനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിൽ റോഡ് ഷോ നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഈ രക്തസാക്ഷി തന്നെ രാജ്യം
നഗരം കേന്ദ്രീകരിച്ച് നടന്ന റോഡ് ഷോയിൽ നിരവധി വനിതകൾ അണിനിരന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ നടന്ന റോഡ് ഷോ ഏറെ ആകർഷകമായി. KP ജ്യോതി, P ശ്യാമള, KV ലളിത, VK നിഷ, M വാസന്തി, PV സുജ, PV നാരായണി എന്നിവർ നേതൃത്വം നൽകി. റോഡ് ഷോ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ റോഡ് ഷോ നടത്തി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡ് ഷോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി സതീഷ് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി KP സതീഷ് ചന്ദ്രന്റെ ഇരക്കാംതറത്തിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരുന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോ പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP തമ്പായി ഉദ്ഘാടനം ചെയ്തു. P ഇന്ദിര, P പ്രഭാവതി, VV പ്രീത, KG വത്സലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളിൽ ഒരാളായി മാറിയ ഒരു നേതാവാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാം അറിഞ്ഞും അതുപോലെ ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ ഇറങ്ങിയിട്ടുള്ളത്. LDF പെരിങ്ങോം ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും പെരിങ്ങോത്ത് നടന്നു. പൊതുസമ്മേളനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. UDF ഈ സീറ്റ് പിടിച്ചെടുത്തു. കേരളത്തിലൊരു 4 സീറ്റിനാണ് ഇടതുപക്ഷത്തിന് സാധ്യത. മറ്റൊരു സർവേക്കാർ പറഞ്ഞു 6 സീറ്റ് വരെ നേടാം. കാസർഗോഡ് നിലനിർത്താൻ ആണ് സാധ്യത. പിന്നെ അവർ ചില വാക്കുകളൊക്കെ പറഞ്ഞു. ഫോട്ടോ ഫിനിഷിലാണ് നിൽക്കുന്നത്, എന്തും സംഭവിക്കും. കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ. OP ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. M വിജിൻ, KK കൃഷ്ണൻ, PV തമ്പാൻ, NK ഭാസ്കരൻ, മാമുനി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. K കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവതരിപ്പിച്ച രാഷ്ട്രീയ തിരുവാതിരയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ്, നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. കണ്ണപുരത്ത് DYFI പ്രവർത്തകന്റെ ഓട്ടോ ടാക്സിക്ക് തീയിട്ടു. സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് ആക്ഷേപം. കണ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണപുരം യോഗശാല CRC റോഡിൽ താമസിക്കുന്ന പൂക്കോട്ടി ബിജുവിന്റെ ഓട്ടോ ടാക്സിയാണ് പുലർച്ചെ 2:15 സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. വീട്ടിന് അകലെ നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്ക് തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ പെട്ടെന്ന് തീക്കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേരത്തെയും തീയിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണപുരം യോഗശാലയിൽ DYFI പ്രവർത്തകന്റെ ഓട്ടോ ടാക്സി കത്തിച്ച സംഭവം പിന്നിൽ RSS BJP എന്ന് DYFI ആരോപിച്ചു. സംഭവസ്ഥലം ഡോഗ് സ്ക്വാഡും പരിശോധിച്ചു. കണ്ണപുരം യോഗശാലയിൽ DYFI പ്രവർത്തകന്റെ ഓട്ടോ ടാക്സി കത്തിച്ച സംഭവത്തിന് പിന്നിൽ RSS BJP ആണെന്ന് DYFI ആരോപിച്ചു. സംഭവസ്ഥലം ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാർ സംഘടനകളുടെ ശ്രമമാണ് നടക്കുന്നതെന്ന് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP ഷാജർ പറഞ്ഞു. ബോധപൂർവം
സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനും ജനങ്ങളെ വർഗീയമായി വിഘടിപ്പിക്കുന്നതിനും സംഘപരിവാരം RSS കുറേ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ DYFIയുടെ മേഖലാ കമ്മിറ്റി അംഗം സഖാവ് ബിജുവിൻ്റെ വാഹനം നേരത്തെ തന്നെ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇതേ സംഭവത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം വേണ്ടത്ര നിലയിൽ പോയിട്ടില്ല. അപ്പോൾ വളരെ സമാധാനപരമായി എല്ലാവരും ഒന്നിച്ച് സൗഹൃദത്തോടെ താമസിക്കുന്ന ഈ പ്രദേശത്തിനകത്ത് പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പരിയാരം മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും പുനർനാമകരണം ചെയ്തു. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ജീവനക്കാരുടെ വിവരങ്ങൾ ഉടൻ സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതോടെ മെഡിക്കൽ കോളേജിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പേരുകൾ പുനർനാമകരണം ചെയ്ത് ഉത്തരവിറക്കി. പരിയാരം മെഡിക്കൽ കോളേജ് ഇനി മുതൽ സർക്കാർ മെഡിക്കൽ കോളേജ് കണ്ണൂരെന്നും, ദന്തൽ കോളേജ് സർക്കാർ ദന്തൽ കോളേജ് കണ്ണൂരെന്നും, പരിയാരം കോളേജ് ഓഫ് നഴ്സിംഗ് സർക്കാർ നഴ്സിംഗ് കോളേജ് കണ്ണൂരെന്നും, സ്കൂൾ ഓഫ് നഴ്സിംഗ് പരിയാരം സർക്കാർ നഴ്സിംഗ് സ്കൂൾ കണ്ണൂർ, അക്കാദമി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കണ്ണൂർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂർ, സഹകരണ ഹൃദയാലയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി ആൻഡ് കാർഡിയോതെറാസിക് സർജറി സർക്കാർ മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്നും, കേരള സഹകരണ ആശുപത്രി കോംപ്ലക്സ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി കണ്ണൂർ എന്നും അറിയപ്പെടും. പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലാണ് പുനർനാമകരണം ചെയ്ത കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും മുഴുവൻ ജീവനക്കാരുടെയും യോഗ്യതയുൾപ്പെടെയുള്ള വിശദവിവരങ്ങൾ ഉടൻ സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2000-ഓളം ജീവനക്കാർ സ്ഥാപനത്തിന് കീഴിൽ വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുറഞ്ഞ കാലയളവിൽ ഓൺലൈൻ ലോകത്ത് ജനപ്രീതി നേടിയെടുത്ത ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം. ഇന്ത്യൻ സർക്കാരും കോടതികളും ആവശ്യപ്പെട്ടതോടെ ടിക്ടോക്ക് ആപ്പിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തു. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിച്ചക്കറ്റോട് സ്നേഹമാണ്. ഇന്ത്യയിൽ യുവാക്കളുടെ ഇടയിൽ ലഹരിയായി മാറിയിരുന്ന ടിക്ടോക്ക് ഗൂഗിളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ടിക്ടോക്ക് നിരോധിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇനി ഗൂഗിളിൽ ടിക്ടോക്ക് ലഭ്യമാകില്ല. ഉപയോക്താവിന് ചെറു വീഡിയോകൾ ഷെയർ ചെയ്യുവാൻ സാധ്യമായ ആപ്പായ ടിക്ടോക്കിന് രാജ്യത്ത് 54 ദശലക്ഷം സജീവ അംഗങ്ങളുണ്ടത്രേ. ചൈനീസ് ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് അടിയന്തരമായി നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗികത, ലഹരി, ആഭാസ ഡാൻസുകൾ, കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള പോണോഗ്രാഫി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ആപ്പ് നിരോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ടിക്ടോക്കിലെ ആഭാസ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾക്കും ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കിളി കൂട്ടുന്ന വീഡിയോകൾ, അർത്ഥഗർഭമായ നോട്ടിഫിക്കേഷൻ, ദ്വയാർത്ഥമടങ്ങുന്ന തമാശകൾ തുടങ്ങി പച്ചയായ ആഭാസം വരെ ഇവയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നാണ് ആരോപണം. തൃക്കരിപ്പൂരിൽ തങ്കയം അംഗൻവാടിക്കു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. ജനൽ ചില്ലുകൾ തകർത്തു. കക്കുന്നം 45-ാം നമ്പർ അംഗൻവാടിക്കു നേരെയാണ് അക്രമം നടന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തങ്കയം, കക്കുന്നം 9-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 45-ാം നമ്പർ അംഗൻവാടിയാണ് കല്ലെറിഞ്ഞ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ജനൽ ചില്ലുകൾ തകർത്തവരുടെ കയ്യിലെ രക്തപ്പാടുകൾ ജനൽ ചില്ലയിലും ചുമരിലും പതിച്ചിട്ടുണ്ട്. മദ്യലഹരിയിൽ നടത്തിയ വിളയാട്ടമാണെന്ന് കരുതപ്പെടുന്നു. അംഗൻവാടി ഹെൽപ്പർ രാവിലെ തുറക്കാനെത്തിയപ്പോഴാണ് ചില്ലുകൾ തകർന്ന നിലയിൽ കണ്ടത്. ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി മാമ്പഴക്കാലം, കരുതിയിരിക്കുക. വീണ്ടും ഒരു മാമ്പഴക്കാലമെത്തി. മധുരമൂറുന്ന വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ, കടക്കമ്പോളങ്ങൾ നിറയാൻ തുടങ്ങി. എന്നാൽ അമിത ലാഭം നേടാനുള്ള വ്യഗ്രത മാമ്പഴങ്ങളെ വിഷമയമാക്കുന്നതായി റിപ്പോർട്ട്. മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കൃത്രിമമായി പഴുപ്പിച്ച മാമ്പഴങ്ങൾ വിപണിയിൽ സജീവമായിട്ടുണ്ട്.
കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച മാമ്പഴങ്ങളാണ് മാർക്കറ്റുകളിലെത്തുന്നത്. മൂപ്പത്താത്ത മാമ്പഴങ്ങൾ ബോക്സുകളിലാക്കി അവയിൽ കാൽസ്യം കാർബൈഡിൻ്റെ പൊതി വെച്ചാണ് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾക്ക് നിറവും ഭംഗിയും കൂടുതലാണ്. കൂടാതെ മാമ്പഴങ്ങൾ പെട്ടെന്ന് കേടാകുകയില്ല. ഇതിനാലാണ് വ്യാപാരികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും മാമ്പഴങ്ങൾ എത്തുന്നത്. ഇവയിലാണ് വിഷപ്രയോഗം കൂടുതൽ നടക്കുന്നത്. മാമ്പഴക്കാലം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാമ്പഴങ്ങൾ കേരളത്തിലെത്താറുണ്ട്. തോട്ടങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മാമ്പഴങ്ങൾ വിഷലായനിയിൽ മുക്കി തുടക്കുന്നതോടെ ഇതിന് കൂടുതൽ നിറം വരുന്നു. പിന്നീട് മണിക്കൂറുകൾ കൊണ്ട് പഴുപ്പിച്ചെടുക്കാവുന്ന രീതിയിലുള്ള വിഷപ്രയോഗമാണ് നടക്കുക. വലിയ ഗോഡൌണുകളിൽ കൂട്ടിയിട്ട് രാസവസ്തു വിതറി പഴുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന മാമ്പഴങ്ങൾക്കും ചെറിയ തോതിൽ വിഷപ്രയോഗം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത്തവണ കാലാവസ്ഥ അനുകൂലമായതിനാൽ മാവുകൾ നന്നായി പൂക്കുകയും ഫലലഭ്യത കൂടുതലാവുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നാട്ടിൻപുറങ്ങളിൽ വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങൾ സുലഭമാണ്. ഇവ പലപ്പോഴും വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ കർഷകർക്കും സാധിക്കാറില്ല. അതിനു പകരം കേരളത്തിലെ നഗരവിപണികൾ മറുനാടൻ ഇനങ്ങളാണ് കൈയടക്കിയിരിക്കുന്നത്. വിഷം ചേർത്ത് വിൽക്കുന്ന മാമ്പഴങ്ങൾ പിടികൂടി നശിപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയുമില്ല. കേരളത്തിലെ മാമ്പഴ സീസൺ അവസാനിക്കാറുള്ളത് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ മാമ്പഴങ്ങൾ കൊണ്ടാണ്. മാമ്പഴത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന കാർബൈഡ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. 400 വർഷങ്ങൾക്കു ശേഷം പുതുക്കിപ്പണിത ചെറുവത്തൂർ ലക്ഷ്മീനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. അത്യുത്തര കേരളത്തിലെ ക്ഷേത്ര സങ്കല്പങ്ങളെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന നിർമ്മാണ ചാതുര്യവുമായി ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മീനാരായണ ക്ഷേത്രം അതിന്റെ പൂർണ്ണതയിൽ. ബുധനാഴ്ച പുലർച്ചെ 4:30 മുതൽ 5:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്ന ബ്രഹ്മകലശ മഹോത്സവം വിവിധ ചടങ്ങുകൾക്കൊടുവിൽ നടന്നു. ഭക്തിനിർഭരമായ ചടങ്ങിന് സാക്ഷികളാകാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കലശോത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ആയിരങ്ങൾക്ക് വിഭവസമൃദ്ധമായ അന്നപ്രസാദവും നടന്നു. ബുധനാഴ്ച നടയടച്ച് 20-ാം തീയതി ശനിയാഴ്ച രാവിലെ നട തുറക്കുന്നതോടെ ക്ഷേത്രം ഭക്തരുടേതായി തീരും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുവത്തൂരിൽ ഇനി കളരിയുടെ അടവുകൾ നിറയും. ഒരു കാലത്ത് എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന കളരിപ്പയറ്റ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ചെറുവത്തൂർ കണ്ണാടിപ്പാറ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച കളരിപ്പയറ്റ് മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. കളരിപ്പയറ്റിന്റെ കളിത്തോട്ടിലായിരുന്നു വടക്കേ മലബാർ. തച്ചോളി ഒതേനന്റെയും ആരോമൽ ചേകവരുടെയും മറ്റും എത്രയെത്ര വീരകഥകളാണ് നമുക്ക് പറയുവാനുള്ളത്. ചെറുവത്തൂരിന്റെ ഒരറ്റത്ത് ഒതേനൻ ചാടിക്കിടന്ന കിണർ ഇന്നും അവിടെ കാണാം. ഗ്രാമങ്ങളിലെ ഒട്ടുമിക്കവരും കളരിപ്പയറ്റ് അഭ്യസിച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. പിന്നീടത് കൈമോശം വന്നു. വീണ്ടും കളരിപ്പയറ്റിനെ ഊർജ്ജസ്വലമാക്കാൻ സർക്കാർ കളരിപ്പയറ്റിനെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. പഠിച്ച് വിജയം നേടുന്നവർക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ചെറുവത്തൂർ കണ്ണാടിപ്പാറയിൽ ശ്രീകൃഷ്ണ കളരി സംഘം പ്രവർത്തനം തുടങ്ങി. കൂടാതെ മർമ്മ ചികിത്സയുടെ സേവനവും ഇവിടെ നിന്നും ലഭിക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മലയോര മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീകൃഷ്ണ കളരി സംഘം നിരവധി പേരെ ഇതിനോടകം തന്നെ ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ വിജയികളാക്കുകയും സർക്കാർ ഉദ്യോഗങ്ങളിലും +2 കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റ് പുതിയ കാലത്ത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നും പ്രായഭേദമന്യേ ആർക്കും കളരിപ്പയറ്റ് അഭ്യസിക്കാവുന്നതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. ഈ കളരിയുടെ ആവശ്യകത ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കുട്ടികൾ ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും മാത്രം വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ഇതേപോലെ തന്നെ ഇല്ലാതെ പോയിരിക്കുന്നു. കളികളിലുള്ള സമീപനവും അവർക്ക് മാറി വന്നിരിക്കുന്നു. ഞങ്ങളൊക്കെ ഞാനൊരു കളരിക്കാരനാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ കളരിയിലൂടെ വളർന്നവരാണ്. ഞങ്ങളുടെ നാട്ടിൽ അന്നേരം കളരി ഉണ്ടായിരുന്നു. ആ കളരി ഇപ്പൊന്നും ഇല്ല, അത് പോയി. അപ്പൊ ചെറുപ്പക്കാർ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ
പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മുഖ്യാതിഥിയായ ചടങ്ങിൽ PR ശശി ഗുരുക്കൾ, PV കൃഷ്ണൻ, PD സുകുമാരൻ, EK സുനീഷ് ഗുരുക്കൾ, K രാജേഷ്, ഗിന്നസ് ഡോക്ടർ PV അനിൽകുമാർ, T വിജയൻ, ഡോക്ടർ വിനീത് ശശി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 2012 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനിൽ നിന്ന് ഗുരുപൂജ അവാർഡ് നേടിയ PR ശശി ഗുരുക്കൾ അറിയപ്പെടുന്ന കളരിപ്പയറ്റ് പരിശീലകനും മർമ്മചികിത്സാ വിദഗ്ധനുമാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാറ്റൊലി. രോഗികളെ സഹായിക്കാൻ സർക്കാർ എയർ ആംബുലൻസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹൃദയ ശസ്ത്രക്രിയക്കായി കുഞ്ഞിനെ കാസർഗോഡ് നിന്നും ആംബുലൻസിൽ സാഹസികമായി കൊച്ചിയിലെത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആവശ്യം ഉയർന്നത്. രാജ്യാന്തര അതിർത്തികൾ കടന്നുള്ള മുന്നേറ്റവും ചികിത്സകളും സ്വീകരിക്കുന്നവരും നൽകുന്ന ആശുപത്രി സംവിധാനങ്ങളും വന്നപ്പോൾ അവിടത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉപകാരപ്രദമാകും. അത് സമ്പന്നൻ്റെതാണ് എന്ന് ധരിക്കപ്പെടുന്നുവെങ്കിൽ അത്തരം ചികിത്സകൾ കിട്ടേണ്ടവർക്ക് അത് ഇന്ന് ഉപയോഗപ്പെടുകയും നാളെ അത് സാധാരണ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൂടി പ്രതീക്ഷാ നിർഭരമായ ഒന്നായിരിക്കും. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയായി തോന്നുന്നു. ഈ റോഡിൻ്റെ ഈ ഗതാഗത തടസ്സം കൊണ്ട് ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ആംബുലൻസ് അത്യാവശ്യമാണ്. ഒന്നല്ലോ 2 or 3 വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും പൊറുതിമുട്ടിയിട്ടുള്ള ജനങ്ങൾ ഈ റോഡിലെ കൂടെ പിന്നെ അത് അത്യാവശ്യം ആവശ്യം തന്നെ തീർക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏറ്റവും വേണ്ടേ നമുക്ക്. അതുകൊണ്ട് കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ ആംബുലൻസ് ആവശ്യം തന്നെയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. LDF പാപ്പിനിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി പാപ്പിനിശ്ശേരി പുതിയങ്കാവിന് സമീപം നടന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഇടതുപക്ഷം അപ്രസക്തമാകുമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. കോൺഗ്രസ് വിരുദ്ധത കൊണ്ട് നടക്കുന്ന പിണറായിക്കും കാരാട്ടിനും യെച്ചൂരി കീഴടങ്ങരുതെന്നും അദ്ദേഹം. കണ്ണപുരത്ത് DYFI പ്രവർത്തകന്റെ ഓട്ടോ ടാക്സിക്ക് തീയിട്ടു. പിന്നിൽ RSS BJP എന്ന് DYFI ആരോപിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിയാരം മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും പുനർനാമകരണം ചെയ്തു. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കുറഞ്ഞ കാലയളവിൽ ഓൺലൈൻ ലോകത്ത് ജനപ്രീതി നേടിയെടുത്ത ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം. മദ്രാസ് ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. തൃക്കരിപ്പൂരിൽ തങ്കയം അംഗൻവാടിക്കു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമം. കക്കുന്നം 45 നമ്പർ അംഗൻവാടിയുടെ ജനൽ ചില്ലുകൾ തകർത്തു. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.